Hi dear friends, welcome to Happy Life TV. നിങ്ങൾ ഒരു ലക്ഷ്യം തീരുമാനിക്കുകയും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു തടസ്സം നേരിടുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യത്തെ സമയത്ത് ആ തടസ്സത്തെ, ആ പ്രശ്നത്തെ നേരിടുക എന്നതാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്കതിനെ നേരിടാൻ കഴിയുക. ഒന്ന്, ഫേസ് ഇറ്റ്, അതിനെ നേരിടുക. രണ്ട്, ചേഞ്ച് യുവർ ഡ്രീം, നിങ്ങളുടെ ലക്ഷ്യം മാറ്റുക എന്നുള്ളതാണ്. ഒന്നുകിൽ ആ പ്രശ്നത്തെ നേരെ നിന്നുകൊണ്ട് നേരിടുക, അതിന് പരിഹാരം കാണുക. അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സം വന്നതുകൊണ്ട് എന്നാ പിന്നെ തടസ്സമുള്ള ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്യത്തെ മാറ്റുക എന്നുള്ളതാണ്. തടസ്സം വന്നു കഴിഞ്ഞാൽ ലക്ഷ്യത്തെ മാറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സമയത്ത് ആ തടസ്സത്തെ നേരിടുക എന്നുള്ളതാണ്. കാരണം ലക്ഷ്യം നിങ്ങൾ തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ച കാര്യമാണ്. ആ ലക്ഷ്യം നേടണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ സമയത്ത് ആ തടസ്സത്തെ നേരിടണം എന്ന് പറയാനുള്ള കാരണം, ഏറ്റവും ആദ്യത്തെ സമയത്ത് നേരിട്ടിട്ടില്ലെങ്കിൽ താൽക്കാലികമായി മാറ്റിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അല്പസമയം കഴിയുമ്പോൾ വീണ്ടും ആ ലക്ഷ്യത്തിന്റെ പാതയിൽ ആ തടസ്സം കടന്നു വരും. അല്പം കൂടെ സ്ട്രോങ് ആയിരിക്കും അത്. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്പം കൂടെ ആ ഒരു തടസ്സം ഉള്ളതുകൊണ്ട് ആ വഴിയിലൂടെ പോകാതെ പിന്നെയും മാറ്റിവെക്കുന്നത് കൊണ്ട് താൽക്കാലികമായ ഒരു സുഖം നമുക്ക് കിട്ടിയേക്കാം. പക്ഷെ അല്പം കൂടെ കഴിഞ്ഞ് വീണ്ടും ആ യാത്ര ഒരു തടസ്സം കടന്നു വരുന്ന സമയത്ത് അല്പം കൂടെ സ്ട്രോങ് ആയിരിക്കും ആ ഒരു തടസ്സം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രം എന്ന് പറയാറുണ്ട്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് അയാൾക്ക് അതിനെ നേരിടാൻ സാധിക്കുക. either you can fight or you can flight. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരിടുക. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ്, രക്ഷപ്പെടുക എന്നുള്ളതാണ്. രക്ഷപ്പെട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത് മറ്റേതെങ്കിലും ഒരു സമയത്ത് അത് പൂർവാധികം ശക്തിയോടെ കടന്നു വന്ന് നിങ്ങളെ ആക്രമിക്കും. അപ്പൊ ഏറ്റവും ആദ്യത്തെ സമയത്ത് തടസ്സങ്ങൾ വരുന്ന ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ അതിനെ നേരിടുകയും എങ്ങനെയാണ് ഇതിനെ എനിക്ക് പരിഹരിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അത് നമുക്ക് മറികടക്കാൻ കൂടുതൽ കരുത്തോടുകൂടെ ലക്ഷ്യത്തിലേക്ക് പോകുവാനും സാധിക്കും. പലപ്പോഴും പല പ്രശ്നങ്ങളും വലുതായി മാറുന്നത്, ഒരുപക്ഷെ പരിഹരിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള വലിയ പ്രശ്നമായി മാറുന്ന പല പ്രശ്നങ്ങളും തന്നെ തുടക്കത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളെ മാറ്റിവെച്ച് വലുതായി പ്രശ്നമായതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ലക്ഷ്യം തീരുമാനിക്കുകയും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു തടസ്സം നേരിട്ടാൽ വളരെ ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടു കൂടെ ആ തടസ്സത്തെ സിമ്പിളായി ഇരുന്ന് അനലൈസ് ചെയ്ത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരു പ്രശ്നമാണെങ്കിലും അതിന്റെ തുടക്കത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.